അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ല, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പഠന മനന പാരായണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ വർഷം മുതൽ നൽകാൻ ആഗ്രഹിക്കുന്ന അസ്ലം ഹോളി ഖുർആൻ അവാർഡ്, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ആ അവാർഡിന് അർഹരാകുന്നവരെ കണ്ടെത്തുവാനുള്ള മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ ഹിഫ്ള് സ്ഥാപനങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടായി. ഏറെ സന്തോഷകരമായ ഒരു അവസ്ഥ പങ്കുവെക്കുകയാണ്. എല്ലാവരും പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ സ്വീകരിക്കുകയും പരിശുദ്ധ ഖുർആനിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് ഒന്നാണ് എന്ന സന്ദേശം തീർച്ചയായും നൽകുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ജസാക്കല്ലാഹു ഖൈർ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണം, അതേപോലെ തന്നെ ഹൃദിസ്ഥമാക്കൽ, ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങൾ ഇന്ന് കേരളത്തിലും പുറത്തുമെല്ലാം നടന്നു വരുന്നുണ്ട്. ഖുർആൻ ഹൃദിസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള, ഖുർആൻ പൂർണ്ണമായും ഹിഫ്ള് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിരവധി സ്ഥാപനങ്ങൾ വ്യത്യസ്ത സംഘടനകളുടെ മേൽവിലാസത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ കൂടി മനസ്സിലാക്കുവാനും ആശയങ്ങൾ പ്രകാരം ജീവിക്കുവാനുമുള്ള പ്രചോദനം നൽകുന്നതിന് വേണ്ടി ഉള്ളതാണ് AP മുഹമ്മദ് അസ്ലം അവാർഡ്. ഈ അവാർഡ് അർഹരാകുന്ന ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഡിസംബർ മാസം 24-ാം തീയതി മലപ്പുറം ജില്ലയിലെ വളവന്നൂരിൽ വെച്ച് ഇതിനു വേണ്ടിയുള്ള ഫൈനൽ മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ വിജയിക്കുന്ന 1ാം സ്ഥാനത്തെത്തുന്നയാൾക്ക് 10 ലക്ഷം രൂപയാണ് അസ്ലമിൻ്റെ കുടുംബം സമ്മാനമായി നൽകാമെന്ന് അറിയിച്ചിട്ടുള്ളത്. 2-3 സ്ഥാനക്കാർക്ക് യഥാക്രമം 3 ലക്ഷവും 1 ലക്ഷവും രൂപകളും, അതേപോലെ തന്നെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രോത്സാഹന സമ്മാനവും ആദ്യത്തെ 10 പേർക്ക് പ്രത്യേകമായ ക്യാഷ് അവാർഡുകളുമെല്ലാം നൽകുന്ന ഈ ഒരു മത്സരം ഖുർആനിൻ്റെ പഠന പാരായണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ഹിഫ്ള് ചെയ്തിട്ടുള്ള ആളുകളും, പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കാണാതെ അറിയുന്ന ആളുകളും, അതേപോലെ തന്നെ ഖുർആനിൻ്റെ പാരായണം വളരെ സുന്ദരമായി നിർവഹിക്കാൻ കഴിയുന്ന ആളുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ ഹിഫ്ളും അതേപോലെ തന്നെ തജ്വീദുമെല്ലാം പരിശോധിക്കുന്നതിനോടൊപ്പം ഈ വർഷം ഇൻഷാ അല്ലാഹ് ഖുർആനിലെ ആദ്യത്തെ 5 ജുസ്കളുടെയും അവസാനത്തെ 5 ജുസ്കളുടെയും ആശയം അവർക്ക് അറിയുമോ എന്നുകൂടി പരിശോധിക്കപ്പെടും. 22 വയസ്സിൽ കവിയാത്ത എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് താല്പര്യമുള്ളവർ www.aslamquranaward.com എന്ന വിലാസത്തിൽ വെബ്സൈറ്റ് സന്ദർശിച്ച് അവർക്ക് തങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കുന്ന ഫിൽട്രേഷൻ മത്സരത്തിൽ വെച്ച്, സെലക്ഷൻ മത്സരത്തിൽ വെച്ച് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഫൈനൽ മത്സരത്തിൽ ഇൻഷാ അല്ലാഹ് മാറ്റുരക്കപ്പെടുക. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അവർ മാറ്റുരക്കപ്പെടുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വളവന്നൂരിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിലായിരിക്കും. ഓരോ സ്ഥലത്തു നിന്നും ഓരോ കേന്ദ്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുക 3 പേരായിരിക്കും. കേരളത്തിൽ മലപ്പുറത്തും കണ്ണൂരും എറണാകുളത്തും കൊല്ലത്തും വെച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ സെലക്ഷൻ റൗണ്ട് നടക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യുക, ഇതിൽ പങ്കെടുക്കുക. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയ പ്രചരണത്തിന് വേണ്ടിയുള്ള വലിയ ഒരു സംരംഭമാണ്. ആ സംരംഭത്തിൽ എല്ലാവരും പങ്കെടുക്കുക. ഈ സംരംഭത്തെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി വ്യത്യസ്തങ്ങളായ ഹിഫ്ള് സ്ഥാപനങ്ങൾ സന്ദർശിച്ചപ്പോൾ, വ്യത്യസ്ത സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിച്ചപ്പോൾ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഖുർആനിന് വേണ്ടി ഐക്യപ്പെടുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ആ കാഴ്ച വളരെ സന്തോഷകരമാണ്. ഇതിനു മുമ്പ് ഖുർആനിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നാസ്തികൻ നടത്തിയ വെല്ലുവിളിക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി സംവാദം നടത്തിയപ്പോഴാണ് ഈ രൂപത്തിലുള്ള ഖുർആനിന് വേണ്ടിയുള്ള ഒരു ഐക്യപ്പെടൽ അനുഭവിച്ചറിയുവാൻ എനിക്ക് അവസരമുണ്ടായത്. ഇതേപോലെ തന്നെ ഖുർആന്റെ ആശയ പ്രചാരണത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഖുർആനിനെതിരെയുള്ള വിമർശനങ്ങളെയും ഖുർആനിനെ തമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം കരുതുന്നത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട്
ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും പങ്കെടുക്കണമെന്നും അതേപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുവാൻ നിങ്ങളുടെ വിദ്യാർത്ഥികളെയെല്ലാം പ്രോത്സാഹിപ്പിക്കണമെന്ന് ഹിഫ്ള് സ്ഥാപനങ്ങളുടെ ആളുകളെയോടും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, പൂർണ്ണമായും പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് പരിശോധിക്കപ്പെടും. അതേപോലെ തന്നെ ഖുർആൻ തജ്വീദ് അനുസരിച്ച് തന്നെയാണോ കുട്ടി ഓതുന്നത് എന്ന് പരിശോധിക്കപ്പെടും. അതോടൊപ്പം ഖുർആനിലെ ആദ്യത്തെ 5 ജുസുകളും അവസാനത്തെ 5 ജുസുകളുടെയും ആശയം അറിയുമോ എന്ന് പരിശോധിക്കപ്പെടും. ആശയം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേർക്ക് നേരെയുള്ള പദാർത്ഥം അറിഞ്ഞുകൊള്ളണമെന്നില്ല, തഫ്സീർ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിലൂടെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നും അതേപോലെ തന്നെ ആയത്തിൽ നിന്ന് തനിക്ക് സ്വീകരിക്കുവാനുള്ള മെസ്സേജ് എന്താണ് എന്നുമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും പരിശോധിക്കപ്പെടുക. അതുകൊണ്ട് ഈ ഖുർആൻ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണമെന്ന്, സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് എല്ലാവരോടും, എല്ലാ സഹോദരങ്ങളോടും, എല്ലാ മനുഷ്യ സ്നേഹികളോടും, വിശേഷിച്ചും പരിശുദ്ധ ഖുർആൻ പഠന പാരായണങ്ങൾക്ക് പരിശ്രമിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടും അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.